1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കാം, എന്നാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇത് ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമാണ്. എന്നാൽ ലോകത്തിൽ ആദ്യമായി ഒരു നീതിന്യായ കോടതിയിലെ ഏറ്റവും വലിയ ജഡ്ജ് ഇങ്ങനെ വിധിച്ചു: ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഇവനെ റിലീസ് ചെയ്യണം എന്ന്. എന്നിട്ടും അതിക്രൂരമായി കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിന് അബദ്ധം സംഭവിച്ചതാണോ? ഒരിക്കലുമല്ല. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: പാപം ചെയ്ത കാരണത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സകല മനുഷ്യരെയും ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു സകലരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് സകലർക്കും വേണ്ടി മരണശിക്ഷ ഏൽക്കപ്പെട്ടു. അതെ, ഇത് സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവസാന പദ്ധതിയായിരുന്നു, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സകലർക്കും വേണ്ടി യാഗമായി തീർക്കുക എന്നുള്ളത്.